നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറ്റവും മുന്നിൽ UAE തന്നെയാണെന്നാണ് പല കണക്കുകളും വ്യക്തമാക്കുന്നത്. ശമ്പളത്തിന്റെ കാര്യത്തിലായിരുന്നാലും ജോലിയുടെ ശമ്പളം, ജോലി, സുരക്ഷ എന്നിവയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ അധികാരികൾ പ്രവാസികളേവരെയും നെഞ്ചോട് ചേർക്കുന്ന വാർത്തകളും പലപ്പോഴും നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ സൗദിയും അയയുകയാണ്. UAE വെട്ടിച്ചുകൊണ്ടാണ് സൗദി ഇപ്പോൾ അയഞ്ഞു തുടങ്ങുന്നത്. UAE അപേക്ഷിച്ച് ശമ്പള വർധനവ് ലഭിക്കുന്ന തൊഴിലാളി പ്രൊഫഷണലുകളുടെ എണ്ണം സൗദി അറേബ്യയിൽ കൂടുതലാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഫേസ് സൗദി അറേബ്യയാണ് 2019 ശമ്പള തൊഴിൽ പ്രവണതാ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. 45% ജീവനക്കാർക്ക് സൗദി അറേബ്യയിൽ ശമ്പള വർധനവ് ലഭിച്ചപ്പോൾ UAE മാത്രം 40% താഴെയുള്ളവർക്കാണ് ഇത് അനുഭവപ്പെട്ടതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സൗദിയിൽ ശമ്പള വർധനവിൽ ഏറ്റവും സാധാരണമായത് 5 തുടങ്ങി 10% ഉയർച്ച തന്നെ. എന്നാൽ UAE ഇത് 5% താഴെയാണ്. സൗദി വിഷൻ 2030 യാത്രയിൽ നടക്കുന്ന വൻ നിക്ഷേപ പദ്ധതിയും ഇത് രാജ്യത്ത് സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തിന്റെ ത്വരിതഗതിയും കണക്കിലെടുക്കുമ്പോൾ ഈ സ്ഥിതി വിവര കണക്കുകൾ ആശ്ചര്യകരമല്ലെന്ന് ഗൾഫ് മേഖലയിലെ ഫേസ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ് ഗ്രീവ്സ് പറയുകയുണ്ടായി. സൗദി അറേബ്യയിലെ തൊഴിലവസരം വളരെ മികച്ചതാണ്. കഴിവുകൾക്കുള്ളവരുടെ ആവശ്യം ഗണ്യമായി വർദ്ധിച്ചു. മത്സരത്തിൽ മികച്ച വ്യക്തികളെ ആകർഷിക്കുന്നതിന് തൊഴിലുടമകൾ അവർ നൽകുന്ന ശമ്പളത്തിലും മത്സരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സർവേയിൽ പങ്കെടുത്ത 1000-ലധികം ജീവനക്കാരിൽ റിയാദിലാണ് ശമ്പള വർധനയിൽ മുന്നിൽ. തൊഴിലെടുക്കുന്നവരിൽ പകുതിയോളം പേർക്കും വർധന ലഭിക്കുന്നുമുണ്ട്, 48%. എന്നാൽ പകുതിയിലധികം പേർക്കും ശമ്പളത്തിൽ ഒരു മാറ്റവുമില്ല എന്നത് ശ്രദ്ധേയമാണ്. 36% കമ്പനികൾ മാത്രമാണ് ശമ്പള വർധന വാഗ്ദാനം ചെയ്യുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ 64% തൊഴിലുടമകളും 63% ജീവനക്കാരും 2020 ശമ്പളം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. UAE ഈ ശുഭാപ്തി വിശ്വാസക്കാർ 57% മാത്രമാണ്. ബിസിനസ് വർദ്ധിക്കുമെങ്കിലും ശമ്പള വർധനയിൽ കഴിഞ്ഞ വർഷത്തെ പ്രവണത തുടരാനാണ് സാധ്യതയെന്നും പഠനം വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും സൗദി അയഞ്ഞു തുടങ്ങിയത് പ്രവാസികൾക്ക് ഒരു ശുഭസൂചന തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.